നമസ്കാരം, ഞാൻ ജോബി ചോന്നുമുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ കൊട്ടിപ്പാടിയത് ഫേസ്ബുക്കിൽ ഇട്ടാൽ ഏറ്റവും കൂടി അന്ന് ഒരു 20 ആൾക്കാർ കാണും കേട്ടോ. അന്ന് 20 മില്യൺ കണ്ടിട്ടുള്ള വീഡിയോയുടെ അണിയറ പ്രവർത്തകരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് തന്നെയല്ല, ആ വീഡിയോ ആരൊക്കെ ലൈക്കും ഷെയറൊക്കെ ചെയ്തെന്നറിയോ? അനിരുദ്ധ്, അതേപോലെ ലോകേഷ് കനകരാജ് തുടങ്ങിയിട്ട് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒരുപാട് സെലിബ്രിറ്റികളാണ് അത് ഷെയറും ലൈക്കൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഇവർ അന്ന് കാണിക്കാത്ത, അതായത് പാടാത്തതും കൊട്ടാത്തതുമായിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ നമുക്കത് കേട്ടാലോ. சிறகன விரித்தா கூந்தல இங்கே சூரிய நிலவாயானது எங்கே என் மனமின்று போனது எங்கே மன்மதனே உண்பது எங்கே கண்ணது தொட்டால் சந்தன பொட்டும் வெக்கத்தை தொட்டால் குங்கும பொட்டும் முன்னக பொட்டால் மல்லிகை பொட்டும் பார்த்தால் பருவம் மூச்சு முட்டும் காலை யோசிகள் கம்பரதேடு அம்மம்மா பிக்காசோவில் ஓவியர் பெற்றோ மாறி சிந்தனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்து மகராணியோ ഇതിൽ ഇന്ന് അന്നുണ്ടായിരുന്ന ചില ആൾക്കാരില്ലാന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് പേരില്ല. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെ ആൾക്കാർ തിരിച്ചറിയണ്ട? അതെ, സെലിബ്രിറ്റി ആയ ഒരുപാട് ആൾക്കാരോട് ഒരു നന്ദി പറയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ നമുക്ക്, പിന്നെ അറിയാത്തവരോട് ഒന്നുകൂടി പറയാണ്, ഇത് ശരിക്കും പറഞ്ഞ പാഴ്വസ്തുക്കളെ കൊണ്ട് മാത്രമാണ് ഇത് കണ്ട കുപ്പി, പാട്ട, ബക്കറ്റ്, അതേപോലെ തന്നെ ഇത് ഇഡ്ഡലി ചെമ്പ് തുടങ്ങിയിട്ടുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഇവർ ഈ ഒരു ലോകം ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിസ്മയമൊക്കെ തീർത്തത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഈ കുഞ്ഞുണ്ണിനെ ആട്ടോ. ഇത്രേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പാട്ടിലൊക്കെ എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഏത് പാട്ടാ പാടിത്തരാൻ പോണേ? പച്ചർച്ചി. ആ തുടങ്ങാന്നാ. അപ്പൊ അതെ, പച്ചർച്ചി എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ് കേട്ടോ. അത് അങ്ങോട്ട് നോക്കി പാടിക്കോ. പച്ചർച്ചിയിൽ മണ്ണ് പെട്ര തുന്നി കൂട്ടാൻ പറ്റില്ല, കൊച്ചി കാലി കെട്ടി നിന്നെ തപ്പേപ്പനും കിട്ടില്ല, മഷിയിട്ട് നോക്കിയ പോലും തീർക്കമാർക്ക് കിട്ടില്ല, മുതൽ മീനിനെ കൊളത്ത് നിനക്ക് പല്ല് പിടിക്കാൻ പറ്റില്ല. പച്ചർച്ചിയിൽ മണ്ണ് പെട്ര തുന്നി കൂട്ടാൻ പറ്റില്ല, കൊച്ചി കാലി കെട്ടി നിന്നെ തപ്പേപ്പനും കിട്ടില്ല, മഷിയിട്ട് നോക്കിയ പോലും തീർക്കമാർക്ക് കിട്ടില്ല, മുതൽ മീനിനെ കൊളത്ത് നിനക്ക് പല്ല് പിടിക്കാൻ പറ്റില്ല. അച്ഛനെ മറക്കല്ലേ, മനസ്സ് മരിച്ചു പൊണ്ണല്ലേ, മനസ്സ് മരിച്ചു പൊണ്ണല്ലേ, നീ കരണോ അതിനല്ലേ, കാലം മിന്നു കരമല്ലേ, കോരി മുണമല്ലേ, പിടിച്ച പുള്ളിയും കൊമ്പ് നോക്കി പിടിച്ച, അടിച്ച കാട്ട് പുലി പോലെ അടിച്ച, നിനച്ചാ നീ നിനക്കത് മുടിച്ച, ഒരിക്കലും മുന്നേ പിഴയ്ക്കാതെ വെടിച്ച. മോനെ മതി മതി മതി, ഞാൻ പറഞ്ഞില്ലേ സാധനം ഇത്ര ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. മിടുക്കലാണ് കേട്ടാ. ഞാൻ എന്തിനും മൈക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞാല് ഈ ഇടയിലുള്ള എല്ലാവരും സൗണ്ട് ഒരുമിച്ച് കിട്ടിക്കോളെന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ 2 പാട്ട് കേട്ടു നമ്മുടെ ഡബ്ബ ബീറ്റ്സിന്റെ. 3ാമത്തെ പാട്ട് പാടാൻ പോണ ആള് എവിടെയാണ്? ഇതേ കൈയൊക്കെ കെട്ടി നിൽക്കണോ. അപ്പൊ അമൃതേ, ഇന്ന് ഏത് പാട്ടാ പാടിത്തരാൻ പോണേ? അപ്പൊ ഇതേ താത്ത വരാറ് നമ്മൾ ഇതേ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് തുടങ്ങാൻ പോണല്ലേ. അപ്പൊ തുടങ്ങാം. ഓക്കെ. എത്ര പാടാത്തവരും കൊട്ടാത്തവരും ഇവിടെ നിന്നാണ്ടല്ലോ ഇതൊക്കെ ചെയ്യൂട്ടാ. അപ്പൊ ഏതൊരു കലാസൃഷ്ടിയുടെയും പുറകിലൊരു തുടക്കം ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയായിരുന്നു? ഏത് പാട്ടിനാ തുടങ്ങിയത് ശരിക്കും? അറബിക്കുത്ത്. അപ്പൊ അത് പാടിയത് ആരായിരുന്നു? ആയിരുന്നു അല്ല, പാടിയത് 4 പേര് വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പല ആൾക്കാരും ഇല്ലാത്ത കാരണം നമ്മള് ഇന്നിപ്പോ പേരെന്ന് പറഞ്ഞെടുത്ത് ആദർശിനെ കൊണ്ടൊന്ന് പാടാൻ പോണേ. തുടങ്ങാൻ നമുക്കെന്നാ. ഓക്കെ. ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീ വന്താലേ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീ വന്താ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീ വന്താലേ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബോ. Jolly, jolly, vakatira mayangirado.
അടിപൊളിയായിട്ടാ, സൂപ്പർ ആയിട്ടാ. ഇതെല്ലാം കുറേശ്ശെ പാടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ പാട്ടുകൾ അറിയാം. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേജിലും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ പാടാൻ പറയുന്ന ഒരു പാട്ടുണ്ടാവില്ല, അത് ഏതായിരിക്കും? കുറേ ഉണ്ട്. അത് പോട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കുന്നത്? മോനെ എൻ്റെ പൊന്നോ, വയറ് നിറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത പറയും, സാധാരണ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ കുറച്ച് പേരെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ പോയത് എവിടേക്കൊക്കെയാണെന്നറിയോ? തമിഴ്നാട്, കർണാടക തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ അതിലെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ ഹായ് ജോബി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് ആ സംഭവം പോയത്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വ്യൂ കയറിക്കൊണ്ടിരിക്കണു. പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതായിട്ടുള്ള സെലിബ്രിറ്റി സിനിമാ നടന്മാർ ഒരുപാട് ആൾക്കാർ ഇതിന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ വീഡിയോ 20 മില്യനാണ് കഴിഞ്ഞത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. നമുക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഇത്ര ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സന്തോഷസൂചകമായിട്ട് നമ്മൾ കേക്ക് മുറിച്ച്, അതായത് 20 മില്യൻ്റെ കേക്ക് മുറിച്ചാണ് നമ്മൾ ഇന്നിത് ആഘോഷിക്കാൻ പോണത്. சிங்கோ இறங்குன காட்டுக்கு விருந்து, இவ வேட்டைக்கு செதறானும் பயந்து, வெளும் புள்ளிக்கெல்லாம் புள்ளி எழுதி கொடலுருவுற சம்பவ உறுதி. இந்த வரையில நல்லவ இருந்தா, இந்த கதையில ராட்சச முகந்தா, மத்தி குச்சியில எரிமலம் அவனே நெருங்காத நீ, கொலசாமிய வேண்டிக்கோவாமே முறைக்காத நீ. பேடசுமா ஒரு சாம ஓடிடு, பேடசுமா ഓമ്പാല സുരുട്ടിട്. മതി. അതായത് 20 മില്യൺ അടിച്ച പാട്ട് നിങ്ങൾ ഒന്നും കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. എനിക്ക് കേൾക്കാനുള്ള കൊതികാരാണ് ഞാൻ അവരോട് പാടാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ അങ്ങനെ ആ കേക്ക് ഇവിടെ വെക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് എങ്ങനെ വെക്കേണ്ടത്? ഇങ്ങനെ വെക്കാം, തിരിച്ച് വെക്കാമല്ലോ. അതെ, ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു കാര്യം ചെയ്താലോ, എന്നാൽ മുറിച്ചോ. ഇതിൽ ഏറ്റവും പ്രായം കുറവായിരിക്കാ? ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ കേക്ക് മുറിക്കാൻ പോകണം, 20 മില്യൻ്റെ അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് ഇത് പങ്കുവെക്കാനും കൂടിയിട്ടാണ്. മുറിച്ചോ. രണ്ടുപേരും കൂടി അങ്ങനെ കേക്ക് മുറിച്ചു. ഒരു കഷ്ടം നന്നായി മുറിച്ചോ, ചെറുക്ക് മുറിച്ചോ. എന്നിട്ട് ഒരാൾക്ക് വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് എടുത്തിട്ട് വെച്ച് കൊടുത്തു. കൈ കൊണ്ട് എടുത്ത് വെച്ച് കൊടുത്തോ. എടുത്തോ, ഒന്നും നോക്കണ്ട. വെച്ച് കൊടുത്ത്. അടിപൊളി. ഇനി ഒരു കഷ്ണം അങ്ങോട്ട് വെച്ച് കൊടുത്തേ. മുറുക്കി പിടിക്കുന്നൊക്കെ ആയിരിക്കും എന്തായാലും. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ഇതൊക്കെ എവിടെ കിട്ടാനൊക്കെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളോട് ഇത് ഇത്ര എത്തിച്ച നിങ്ങളോട് നന്ദി പറയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ടുകളൊക്കെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ സ്ഥലം തൃശ്ശൂർ മുണ്ടൂർ എന്നൊരു സ്ഥലത്താണ്, കൊള്ളന്നൂർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അതായത് പറഞ്ഞു കൊടുത്തത് ഡബ്ബ ബീറ്റ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് കയറി ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവരെ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ജിത്തൊരു നമ്പർ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.